എല്ലാവർക്കും എലമെൻ്റൽ PSCയുടെ മൈൻഡ് മാപ്പ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട റിവിഷനാണ് നോക്കാൻ പോകുന്നത്. ഗുരുത്വാകർഷണത്താൽ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ കാണപ്പെടുന്നു. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ. ഇവ കൂടാതെ മറ്റു വാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. മേഘരൂപീകരണത്തിന് സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അന്തരീക്ഷത്തിൽ ഉയർന്ന ജലാംശം കാണപ്പെടുന്നത് താപനില കൂടിയ സ്ഥലങ്ങളിലും ജലാശയങ്ങൾ ഉള്ള ഇടങ്ങളിലുമാണ്. അന്തരീക്ഷത്തെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭൗമോപരിതലം മുതൽ 90 കിലോമീറ്റർ വരെയുള്ള ദൂരത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അതിനു മുകളിലേക്കുള്ള ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിന് പ്രധാനമായും 5 പാളികളാണ് ഉള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന പദത്തിനർത്ഥം തന്നെ സംയോജന മേഖല എന്നാണ്. 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിന് മുകളിലെ സംക്രമണ മേഖല ട്രോപ്പോപോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് ഈ മേഖലയിലാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന മേഖലയാണ് ഇത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും ഇവിടെ കാണപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ മേഖല 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. വായുവിൻ്റെ തിരശ്ചീന ചലനം ഉള്ളതിനാൽ ഇവിടം ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത കൂടിയാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഇത് സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നതും ഈ അന്തരീക്ഷ മേഖലയിൽ തന്നെയാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി കൂടിയാണിത്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസൻ മേഘങ്ങൾ ഈ അന്തരീക്ഷ പാളിയിൽ കാണപ്പെടുന്നു. ഉൽക്കകൾ ഘർഷണത്താൽ കത്തിയെരിയുന്ന പാളി കൂടിയാണിത്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപോസ്. മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയെ ഇത് വേർതിരിക്കുന്നു. മീസോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഊഷ്മാവ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി കൂടിയാണിത്. ഇതിൻ്റെ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയെ എക്സോസ്ഫിയർ എന്നാണ് വിളിക്കുക. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നന്നായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്.